അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. മരണവാർത്തയാണ്. ചില മരണവാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ വല്ലാതായി പോവുകയാണ്. അത് മക്കളുടേത് കൂടി ആകുമ്പോൾ നമ്മൾ സ്റ്റക്കായി പോവുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ താമസിച്ചത്. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ ആമീൻ. ഇന്നലെ മഗ്‌രിബിന് ശേഷം കേട്ട വാർത്തയായിരുന്നത്. അത് കേട്ടപ്പോഴേ നമ്മളൊരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. ഏറെ വേദനയോടെ എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് KP അമാൻ എന്ന ഈ ഒരു 8 വയസ്സുകാരൻ്റെ മരണമാണ്. ആ പൊന്നുമോൻ്റെ മുഖത്ത് എന്തൊരു ഇസ്സത്താണ് റബ്ബേ. ആ മുഖം കാണുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഒന്നും ആരുമല്ലാഞ്ഞിട്ട് പോലും നമ്മൾ ഇത്ര വേദനിക്കുന്നു. അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ? അവരെ നമ്മൾ എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക? അവർക്ക് എന്ത് പറഞ്ഞാലാണ് ആശ്വാസം ലഭിക്കുക? പടച്ച റബ്ബിന് മാത്രമേ സാധിക്കൂ. പ്രിയപ്പെട്ടവരെ, ഈ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. മക്കൾ മരണപ്പെട്ടാൽ ആ മാതാപിതാക്കളുടെ അവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. സഹിക്കാൻ പറ്റില്ല. അവരുടെ മരണം വരെ അവർക്ക് സഹിക്കാൻ പറ്റില്ല ഈ ഒരു വേദന. എത്രയെത്ര മാതാപിതാക്കളാണ് പടച്ച റബ്ബിനെ വിചാരിച്ച് മരിച്ച് ജീവിക്കുന്നത്. കാലങ്ങൾ ഒരുപാടായാലും അവരുടെ മനസ്സൊന്നും മാറാതെ ആ വേദന കെട്ടടങ്ങാതെ നീറി കഴിയുന്ന ഒരുപാട് മാതാപിതാക്കളെ നമ്മൾ കണ്ടതാണ്. പടച്ച റബ്ബ് അവർക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. 5 നേരവും മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ച റബ്ബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. വീട്ടുമുറ്റത്ത് കളിക്കാനിറങ്ങിയ കുട്ടി ഏറെ വൈകിട്ടും കാണാത്തതിനെ തുടർന്ന് ആ കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയപ്പോഴാണ് വീടിന് തൊട്ടടുത്തുള്ള പള്ളിക്കുളത്തിന് സമീപം ഈ പൊന്നുമോൻ്റെ ചെരിപ്പ് കാണുന്നത്. ആ പൊന്നുമോൻ്റെ ചെരിപ്പ് അവിടെ കണ്ടതും ബന്ധുക്കളുടെ നെഞ്ചിടിപ്പ് കൂടുകയായിരുന്നു. പടച്ച റബ്ബേ, എൻ്റെ പൊന്നുമോൻ എന്ത് പറ്റി എന്നായിരുന്നു അവരുടെ ആ വേദനയോടെയുള്ള വാക്കുകൾ. കുളത്തിനരികിൽ ചെരിപ്പ് കാണുകയും ആ കുളത്തിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തു. പടച്ച റബ്ബേ, അപ്പോഴാണ് ആ കുളത്തിൽ നിന്നും ആ പൊന്നുമോനെ കണ്ടെത്തിയത്. പടച്ച റബ്ബേ, ആ പൊന്നുമോനെയും എടുത്ത് ഓടുകയായിരുന്നു. അവിടെ കണ്ടു നിന്ന ആളുകളൊക്കെ കൂട്ടക്കരച്ചിലായിരുന്നു. ഉടനെ തന്നെ തളിപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ പൊന്നുമോൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. പ്രിയപ്പെട്ടവരെ, ശ്വാസം എന്ന് പറയുന്നത് നമുക്ക് അധിക നേരം പിടിച്ചു നിൽക്കാനാവില്ല. എല്ലാവരും ശ്രദ്ധിക്കണം. ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു കാലാവസ്ഥയിൽ മക്കളെ കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കണം. മക്കളെ ശ്രദ്ധിക്കുവാൻ വേണ്ടിയാണ്, നമ്മുടെ മക്കൾക്കൊന്നും പറ്റാതിരിക്കുവാനാണ് സർക്കാർ സ്കൂൾ അവധി നൽകിയിരിക്കുന്നത്. സ്കൂൾ അവധിയാകുന്ന ഈ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ മക്കൾ അബദ്ധത്തിലും അപകടത്തിലും വന്ന് ചാടുന്നത്. തളിപ്പറമ്പ് പട്ടുവത്ത് പള്ളിക്കുളത്തിലാണ് ഈ പൊന്നുമോന് വീണ് മരണപ്പെട്ടു പോയത്. അമാൻ എന്ന ഈ പൊന്നുമോന് 8 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. മരണം വെച്ച് വിളിച്ചതുപോലെയാണ് ആ പൊന്നുമോൻ അവിടെ എത്തിയത്. വീട്ടുകാരറിഞ്ഞിട്ടുണ്ടാവില്ല. ആ പൊന്നുമോന് കളിക്കുന്നതിനിടെ ആ കുളത്തിൽ കുളിക്കുകയായിരുന്നു. കുളി കഴിഞ്ഞ് ആ പൊന്നുമോന് രണ്ടാമത് അവിടെ ചെന്ന് കാല് കഴുകുമ്പോഴാണ് ആ പൊന്നുമോൻ ആ കുളത്തിൽ വീണുപോയത്. സമയം എത്തുമ്പോൾ നമ്മളെ കൊണ്ട് ഓരോന്ന് തോന്നിപ്പിക്കുകയാണ്. മരണം എന്നുള്ളത് പടച്ച റബ്ബിൻ്റെ കലാകാണ്. സഹിച്ചല്ലേ പറ്റൂ. മരണപ്പെട്ട പൊന്നുമോന് പടച്ച റബ്ബിലേക്കാണ് മടങ്ങിയത്. പക്ഷേ ഇവിടെ മരിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട് പ്രിയപ്പെട്ടവരെ. അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ പ്രിയപ്പെട്ടവരെ. അഷ്റഫ് റാഹിമ ദമ്പതികളുടെ പൊന്നുമോനാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത്. ഉപ്പ ഓട്ടോ ഡ്രൈവറായിരുന്നു. പടച്ച റബ്ബേ, അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലാവസ്ഥയിൽ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഒരു അശ്രദ്ധ മൂലമാകരുത് നമ്മുടെ മക്കളുടെ മരണം. ഈ പൊന്നുമോന് പഠിക്കുന്നത് പട്ടുവങ്കടവ് ഗവൺമെൻറ് LP സ്കൂളിൽ 3ാം ക്ലാസ്സിലാണ്. ഇന്നലെ വൈകുന്നേരം 7 മണിയോടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ആ പൊന്നുമോനെ കിട്ടിയതും എടുത്തു ഓടുകയായിരുന്നു. പടച്ച റബ്ബേ എന്നും വിളിച്ചുകൊണ്ട് ഒറ്റ ഓട്ടമായിരുന്നു ആശുപത്രിയിൽ. എന്ത് ചെയ്യാൻ, പടച്ച റബ്ബിൻ്റെ വിധി അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്തായിട്ട് എത്രയെത്ര മക്കളാണ് അബദ്ധത്തിലും അപകടത്തിലും പെട്ട് മരണപ്പെട്ടു പോകുന്നത്. എത്രയെത്ര മാതാപിതാക്കളാണ് കണ്ണീരിലായിപ്പോയത്. പടച്ച റബ്ബേ, ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരലേ റബ്ബേ. അവരില്ലാത്ത ഈ ലോകം നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, റഹീമായ റബ്ബേ,
അമാൻ എന്ന ഈ പൊന്നുമോന് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. ആ പൊന്നുമോന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആ പൊന്നുമോൻ്റെ ഖബർ നീ സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ആ പൊന്നുമോൻ്റെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആ പൊന്നുമോൻ്റെ പൊന്നുപ്പാക്ക് പൊന്നുമ്മാക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അവരുടെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മക്കൾ മരണപ്പെട്ട എല്ലാ മാതാപിതാക്കൾക്കും നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ പൊന്നുമോൻ്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.